ഗോളത്തിന് ആകർഷണ ശക്തിയുണ്ട് എന്നാണ്. അൽ ഖുവത്തുൽ ജാദിബിയ്യ, ആകർഷണ ബലം. ഉള്ള ഒരു ഗോളമാകുന്നു ഭൂമി. ഇത് എങ്ങനെയൊക്കെയാ തങ്ങൾ പറഞ്ഞു വെക്കുന്നത്? ആദ്യം പറഞ്ഞു വെക്കുന്നു, അല്ലദീ അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ. ഭൂഗോളം എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്തു വെച്ചു. ആ ഗോളം എന്ന് പറയുന്നത് നിങ്ങളുടെ തിരസ്കരണമില്ലാത്ത ഇടം. ഇതാണ് ഖറാറ് എന്ന വാക്കിൻ്റെ അർത്ഥം. തിരസ്കരണമില്ലാത്ത ഇടം അഥവാ സെറ്റിൽമെൻറ്റ് പ്ലേസ്. ഖറ, ഇസ്തഖറ അറിയാമല്ലോ. കുപ്പിക്കെന്താ പേര്? ഖാറൂറത്ത്. എന്താണ് കുപ്പിക്ക് അങ്ങനെ വരാൻ കാരണം? അതിൻ്റെ ഉള്ളിൽ എണ്ണ കയറ്റിയാൽ ആ എണ്ണ ഇസ്തഖറ, എങ്ങും പോവാതെ അവിടെ തന്നെ ഇടം പിടിച്ച് അവിടെ നിന്നുകൊള്ളും. അപ്പോൾ ഇടം പിടിപ്പിൻ്റെ വേദി എന്നതുകൊണ്ടാണ് കുപ്പിക്ക് ഖാറൂറത്ത് എന്ന് വിളിക്കുന്നത്. ആ ഒരു പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭൂമിക്ക് എന്തുണ്ട്? ആകർഷണ ഫലമുണ്ട്. ആയതുകൊണ്ട് തന്നെ ഭൂമി അതിൻ്റെ പുറത്തുള്ളതും അകത്തുള്ളതുമായ വസ്തുക്കളെ തിരസ്കരിക്കുകയില്ല. മറിച്ച് ആ വസ്തുക്കൾക്കെല്ലാം തന്നെ ഇരിക്കാൻ നിന്ന് കൊടുക്കും ഭൂമി. എങ്ങനെ? അതിനെ വശീകരിച്ചുകൊണ്ട്, ആകർഷിച്ചുകൊണ്ട്. എന്നാൽ വെള്ളത്തിൻ്റെ സ്വഭാവം ഇതല്ല. വെള്ളം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തു ചെയ്തു എന്ന് വന്നേക്കാം, തിരസ്കരിച്ചേക്കാം. ഒരാൾ കടലിൽ എറിയപ്പെട്ടു എന്ന് വിചാരിക്കുക. കപ്പലിൽ വെച്ചുകൊണ്ട് മരിച്ച വ്യക്തിയെ കടലിലേക്കിട്ടു. കടൽ സ്വീകരിക്കുമോ? ഇല്ല, തുപ്പിക്കളയും. കാരണം ആ മൃതശരീരം ഏതാനും മണിക്കൂറുകളെ കൊണ്ട് തീരത്ത് വന്നെത്തും. അപ്പോൾ കടലിനെ എന്താക്കിയിട്ടില്ല? സെറ്റിൽമെൻറ്റ് പ്ലേസ് ആക്കിയിട്ടില്ല. എന്നാലോ ഭൂമിയെ ഞാൻ എന്തു ചെയ്തു? ഖറാറാക്കി. ഏതൊരു സാധനത്തെയും ഭൂമി വേണ്ട എന്ന് പറഞ്ഞ് കടൽ തുപ്പും പോലെ തുപ്പിക്കളയില്ല. ഇതാണ് ഖറാർ. അപ്പോൾ ഭൂമിയുടെ പുറത്ത് വെള്ളം വെച്ചാൽ വെള്ളത്തെ ഭൂമി തുപ്പില്ല. ഭൂമിയുടെ ഉള്ളിൽ വെള്ളം വെച്ചാൽ അതിനെയും ഭൂമി തുപ്പിക്കളയില്ല. ഭൂമിക്കുള്ളിൽ കുറേ ഗ്യാസ് അതിനെ സ്റ്റോക്ക് ചെയ്താൽ കുഴപ്പമില്ല, ഞാനതിൻ്റെ കണ്ടെയ്നറായിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഭൂമി അത് വെച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ്റെ ആവശ്യത്തിന് അവൻ ഖനനം ചെയ്യുമ്പോൾ ഖത്തറും മറ്റും ചെയ്യുന്നത് പോലെ പുറത്തു വരും. ആ പുറത്തു എടുക്കുന്നത് വരേക്കും എത്ര നൂറ്റാണ്ടുകൾ വേണമെങ്കിലും ഞാൻ കണ്ടെയ്നറായിക്കൊള്ളാം, ഞാൻ നിങ്ങളുടെ ഗ്യാസിൻ്റെ ഖാറൂറത്ത് ആയിക്കൊള്ളാം, കുപ്പിയായി നിന്നുകൊള്ളാം, ഖറാറായി നിന്നുകൊള്ളാം, ഭൂമി പറയുകയാണ്. സൂറത്തു നഹ്ൽ 61 ഇതേ വിഷയം പറയുന്നുണ്ട്. അമ്മൻ ജഅലൽ അർള ഖറാറാ. ഇവിടെ ഇസ്തിഫാമ രൂപത്തിലാണ് പറയുന്നത് സൂറത്തു നഹ്ൽ. അമ്മൻ അല്ല,
ഒരു ശക്തി ആണോ? എങ്ങനത്തെ ശക്തി? ജാല, അവനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഭൂമി എന്ന് പറയുന്ന ഗോളത്തിന് എന്തിനെ? ഖറാറൻ, ആകർഷണബലത്തെ, എല്ലാറ്റിൻ്റെയും തിരസ്കരിക്കാത്ത ഇടം എന്ന ഒരവസ്ഥയെ ഭൂമിക്ക് സമ്മാനിച്ച ഒരു ശക്തി ആണോ? ആരെപ്പോലെയാണോ? ഒന്നും ചെയ്യാതെ നിൽക്കുന്ന വിഗ്രഹം പോലെയാണോ? അല്ല, ഒരുപോലെയല്ല. ഇനി ഈ ഭൂമിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ഒരു മേൽവിലാസം സൂറത്തു അർ-റഹ്മാനിൽ എന്താണ് അവിടെ പറയുന്നത്? വസ്സമാഅ റഫഅഹ, അല്ലയോ കേൾവിക്കാരാ, നിന്റെ മേൽപോട്ട് നോക്കുന്ന അവസരത്തിൽ, നിന്റെ മുകളിലോട്ട് നോക്കുന്ന അവസരത്തിൽ, നിന്റെ തലമുകളിൽ എത്രയോ അകലെ വെച്ചു ആകാശത്തെ. അത് ഒരേ സമയം ഉരുണ്ട പന്തിൻ്റെ പുറത്ത് നിൽക്കുന്ന രണ്ട് ഉറുമ്പുകളോടാണ് സംസാരിക്കുന്നത്. പന്തിൻ്റെ ഒരു പുറത്ത് ഒരു ഉറുമ്പ് നിൽക്കുന്നു, പന്തിൻ്റെ താഴ്ഭാഗത്ത് വേറെ ഒരു ഉറുമ്പും നിൽക്കുന്നു. ഈ പന്തിനെ ഹവയിൽ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്, നിലം തൊടാതെ. അപ്പോൾ രണ്ട് ഭാഗത്തുള്ള ഉറുമ്പും അവരുടെ തലമുകളിലേക്ക് നോക്കുന്ന അവസരത്തിൽ എന്താണ് അവിടെ കാണാൻ കഴിയുക? വസ്സമാഅ റഫഅഹ. ഇരുഭാഗത്തുമുള്ള ഉറുമ്പുകൾ, അല്ലെങ്കിൽ നാലു ഭാഗത്തുമുള്ള ഉറുമ്പുകൾ അവരവരുടേതായ നിൽപ്പിടത്തിൽ നിന്ന് മേൽപോട്ട് നോക്കുമ്പോൾ തലമുകളിൽ നിന്ന് ഒരുപാട് അകലെയായിട്ട് ആകാശം. എന്നാലോ വവളഅ, ആ മർഫൂആയതിൻ്റെ താഴെ, മർഫൂആയത് ഏതാണ്? സമാവ്. ആ മർഫൂഇൻ്റെ ചുവടെയായിട്ട് നിൽക്കുന്നു. എന്തിനെ? അൽ മീസാന, ചുവടെയായിട്ട് നിർത്തിയിരിക്കുകയാണ്. എന്തിനെ? അത് വെയിറ്റ് അളക്കാനുള്ള സ്കെയിലിനെ. മീസാൻ എന്ന് പറഞ്ഞാൽ വെയിങ് സ്കെയിൽ, വെയിറ്റ് നോക്കാനുള്ള സ്കെയില്. അപ്പൊ ഭൂമിയെ എന്ത് വിളിച്ചു? ഭൂമിയെ മീസാൻ എന്ന് വിളിച്ചു. എന്താണ് വസ്ന് എന്ന് വെച്ചാൽ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിച്ച പാഠം ഒന്ന് ഓർത്തു നോക്കുക. എന്താ സ്കൂളിലെ ശേഷമൊക്കെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം അറബിയിൽ എങ്ങനെ പറയാം? അൽ വസ്നു ഹുവ അൽ ഖുവ്വത്തുല്ലത്തി തുഅസ്സിറു ബിഹൽ ജാദിബിയ്യത്തുൽ അർളിയ്യത്തു അലൽ ജിസ്മി. ഷോർട്ടാക്കി പറഞ്ഞാൽ ഖുവ്വത്തു ജസ്ബിൽ അർളി. ഭൂമി ഒരു വസ്തുവിനെ എത്ര അളവിലാണ് ഒരു വസ്തുവിനെ തന്നിലേക്ക് ആകർഷിക്കുന്നത്, ഈ ഒരു അളവിൻ്റെ പേരാണ് തൂക്കം എന്ന് പറഞ്ഞാൽ. 1 കിലോ മാംസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മാംസപിണ്ഡത്തെ ഭൂമി അത്രയും അളവിലാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത് തന്നിലേക്ക്. അപ്പൊ യഥാർത്ഥത്തിൽ തുലാസ് ആരാണ്? നമ്മൾ കൊണ്ട് നടക്കുന്ന തുലാസ്
കേവലം ഒരു സ്പീക്കർ മാത്രമാണ്, പ്രാസംഗികൻ വേറെയാണ്. ഭൂമിയാണ് ഈ മാംസത്തിൻ്റെ വെയിറ്റ് പറഞ്ഞു തരുന്നത്. ഭൂമി 2 കിലോ ഉള്ള മാംസപ്പൊതിയെ വലിക്കുന്നത് പോലെയല്ല 1 കിലോയെ വലിക്കുന്നത്. 10 കിലോ ഉള്ള ഒരു കപ്പച്ചാക്കിനെ വലിക്കുന്നത് പോലെയല്ല 25 കിലോ ഉള്ള ചാക്കിനെ വലിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക്, അതിൻ്റെ ആകർഷിക്കപ്പെടുന്ന വസ്തുവിനെ വലിക്കുന്നതിൻ്റെ അളവ് ഇതാണ് വസ്ന് എന്ന് പറയുന്നത്. ആ സ്കെയിലിനെ എന്ത് വിളിക്കും? മീസാൻ. എത്ര മനോഹരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഇരിപ്പിടത്തെ മാർക്ക് ചെയ്യുന്നത്. വസ്സമാഅ റഫഅഹ, മനുഷ്യന്മാരെ, നിങ്ങളുടെ തലയിൽ നിന്ന് എത്രയോ പ്രകാശവർഷങ്ങൾ അപ്പുറത്തേക്ക് സമാഇനെ വെച്ചു. അമേരിക്കയിൽ നിൽക്കുന്നവനും പറയില്ല ആകാശം എൻ്റെ അടുത്തെത്തിപ്പോയി എന്ന്. ഇന്ത്യയിൽ നിൽക്കുന്നവനും പറയില്ല. എല്ലാവരും പറയും ആകാശം ഞാൻ നോക്കുമ്പോൾ എൻ്റെ തലയുടെ മർഫൂആണ്. എങ്കിൽ ആ ആകാശത്തിൽ നിന്ന് എത്രയോ അകന്ന ഒരവസ്ഥയിൽ, താഴ്ചയിലാണ് ആര് നിൽക്കുന്നത്? മീസാൻ എന്ന് പറയുന്ന ഈ ഭൂമി നിൽക്കുന്നത്. അപ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ ഇത്രയും അകലം സ്ഥാപിച്ചു എന്ന് പറയുന്നത് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുമ്പോഴായിരുന്നാലും, അതുപോലെ സൗരയൂഥ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് കറങ്ങുമ്പോഴാണെങ്കിലും, അപ്പോഴൊന്നും ആകാശം തലമുട്ടിപ്പോയി, അതല്ലെങ്കിൽ സൂര്യരശ്മികൾ, അൾട്രാവയലറ്റ് രശ്മികൾ നക്കിയെടുത്തു കൊണ്ടുപോയി ഒരു സൈഡിലൂടെ കറങ്ങുമ്പോൾ ആകാശത്തിൻ്റെ അടുത്തെത്തിയ കാരണത്താൽ എന്നുള്ള പരാതി 365 ദിവസത്തിൽ ഒരു ദിവസം പോലും ആർക്കും പറയാനില്ലാത്ത വിധത്തിൽ ഞാൻ സമാഇനെയും അർളിനെയും ആ നിശ്ചയിക്കപ്പെട്ട അകലത്തിൽ തന്നെ ഇരുത്തി കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് അതൊരു തുലാസാണ്. അതിന് ഖുവ്വത്ത് ജാദിബിയ്യ ഉണ്ട്. അത് എല്ലാ വസ്തുക്കളെയും തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ആ ഭൂമി അതിൻ്റെ മീസാൻ എന്ന് പറയുന്ന സ്വഭാവം അത് നിലനിർത്തുക തന്നെ ചെയ്യും. വല്ലപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുക മനുഷ്യന്മാരെ, ഈ ഭൂമി മീസാൻ ആവാത്ത ഒരു ദിവസമുണ്ടായിരുന്നു എന്ന് വെക്കുക. ഇപ്പം എല്ലാ വർഷവും ജൂൺ 1 എന്ന് പറയുന്ന ആ ദിവസത്തിൽ ഈ ഭൂമിക്ക് അതിൻ്റെ ഖുവ്വത്ത് ജാദിബിയ്യ, ആകർഷണ ബലം എന്ന പവർ ഊരപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് എന്തായിരിക്കും സ്ഥിതി? ചന്ദ്രനിലെ യാത്രക്കാർ അവരുടേതായ പേടകത്തിൽ കഴിയുന്നത് പോലെ ആയിരിക്കും. സ്കൂൾ കുട്ടികളെല്ലാം ഹാജർ എടുത്തു. 20 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട്, അധ്യാപകനും. പക്ഷേ ക്ലാസ് തുടങ്ങുന്നത് 10 മണിക്കാണ്. 10:30 ആകുമ്പോഴേക്ക് ഈ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ പാറിപ്പോയിട്ടുണ്ടാവും. ഒരു കുട്ടിയും ഒരു അധ്യാപകനും ക്ലാസ്സിലുണ്ടാവില്ല. ഒരു ബസ്സിനകത്ത് 19 ആളുകൾ കയറി യാത്ര തുടങ്ങിയതാണ്. പക്ഷേ ബസ്സും തന്നെ റോഡിന്മേൽ നിന്നില്ല. ബസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളും അതിൻ്റെ സൈഡുകളിലൂടെ പറന്നങ്ങ് പോകും. ആരും സീറ്റിൽ ബാക്കിയില്ല. ഡ്രൈവറും ബസ്സും പല വഴിക്ക് പറക്കുകയാണ്. ആകർഷണ ബലം കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പിൻവലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇതാണ് അവസ്ഥ. എന്നാൽ 365 ദിവസത്തിലെ ഒരൊറ്റ തീയതിയിലും ഭൂമിയെ മീസാൻ എന്ന പരുവത്തിലല്ലാതെ നാം കാണുന്നില്ല. ഈ ഉപകാരം ചെയ്തു വെച്ച ആ ശക്തിയോട് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൂടെ? അവന്
ഒരു സുജൂദ് ചെയ്തുകൂടെ? അതാവൻ്റെ ബിഗ് സല്യൂട്ട് എന്ന് പറയുന്നത്. മേൽപോട്ട് നോക്കി കൈ നെറ്റിയിൽ വെക്കലല്ല, അവന് സാഷ്ടാംഗം നമിക്കുമ്പോഴാണ് ബിഗ് സല്യൂട്ട് ആകുന്നത്. അപ്പൊ രണ്ടാമത്തെ ആയത്തിലൂടെയും ഈ ഭൂമിയുടെ ആകർഷണ ബലത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയില്ല. മൂന്നാമതായി കൊടുക്കുന്ന പേര് കിഫാത്ത് എന്നതാണ്. അതെവിടെയാണ്? സൂറത്തുൽ മുർസലാത്ത് 25 പറയുന്നത് കേൾക്കുക. അലം നജ്അലിൽ അർള കിഫാത്ത അഹ്യാഅൻ വ അംവാത. അലം നജ്അലിൽ അർള, അല്ലയോ? ചോദ്യമാണ്. നിങ്ങളുടെ ഈ ഭൂഗോളം എന്ന് പറയുന്ന നിങ്ങളുടെ ഇരിപ്പിടത്തിന് ഞാൻ ഒരു പവർ സമ്മാനിച്ചില്ലയോ? എന്താണ് ആ പവർ? കിഫാത്തൻ, അത് ഒരു കണ്ടെയ്നർ എന്ന പദവിയാണ്. ആർക്കെല്ലാം അത് കണ്ടെയ്നറാണ്? അഹ്യാഅൻ വ അംവാത, ജൈവലോകത്തിനും അതുപോലെ തന്നെ മൃത ലോകത്തിനും. അഹ്യാഅൻ വ അംവാത എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മൗത്തായിട്ടുള്ള ആളുകളെ കടലിൽ കൊണ്ടുപോയി എറിഞ്ഞാൽ അപ്പോൾ കടലെന്ത് പറയും? നോ പറയും. എന്നാൽ ഭൂഗോളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആളുകളെ മരിച്ചപ്പോൾ അവരെ ഭൂമിക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ഭൂമി നോ പറയുമോ? ഇല്ല. ഭൂമി പറയും, ഞാൻ കണ്ടെയ്നറാണ്, ഇവിടേക്ക് വെച്ചോളൂ. ഒരു പള്ളിപ്പറമ്പ് എന്ന് പറയുമ്പോൾ അത് ആയിരക്കണക്കിൽ ഡെഡ് ബോഡികളെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കണ്ടെയ്നറാണ് കിഫാത്ത്. ഒരു മഹല്ല് എന്ന് പറയുമ്പോൾ അതിൽ 1000 വീടുണ്ട് എങ്കിൽ ആ വീടുകളിൽ മൊത്തം ഒരു 10,000 അഹ്യാ ഉണ്ട്. ഈ 10,000 അഹ്യാനെയും ഭൂമി ഒരു കണ്ടെയ്നർ എന്ന പോലെ ഏറ്റുവാങ്ങുന്നു. പള്ളിപ്പറമ്പിലുള്ള ഡെഡ് ബോഡികളെയും മഹല്ലിലുള്ള അഹ്യാ ബോഡികളെയും രണ്ടിനെയും ഒരേ സമയത്ത് ഏറ്റുവാങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കണ്ടെയ്നറാക്കിയില്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ആരെയും പാറിപ്പോവാൻ അനുവദിക്കാതെ ഭൂമി തന്നിലേക്ക് ആകർഷിച്ച് നിൽക്കുന്നില്ലേ? ഭൂമിക്ക് അങ്ങനെ ഒരു ആകർഷണ ബലം എന്നത് കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു ചങ്ങാതി ഒരു മഹല്ലിൽ മെമ്പർഷിപ്പൊക്കെ എടുത്തു വീടുണ്ടാക്കി, പക്ഷേ ആ മഹല്ലിൽ അവനുണ്ടാവില്ല, അവൻ പാറിപ്പോയിണ്ടാവും. ഒരു മനുഷ്യനെ ഒരിടത്ത് മറമാടിക്കഴിഞ്ഞാൽ പിന്നെ മറമാടിയ ആളുകൾ പിറ്റേത്തെ ആഴ്ച അപ്പാനൊന്ന് സിയാറത്ത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ വാപ്പ അവിടെ ഉണ്ടാവില്ല. വാപ്പ എവിടെയോ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഭൂമി ആരായിരുന്നില്ലെങ്കിൽ ഭൂമിക്ക് ആകർഷണ ബലം എന്ന് പറയുന്ന പവർ കൊടുത്ത് അതിനെ ഒരു കണ്ടെയ്നർ സിസ്റ്റത്തിൽ ഒരുക്കി വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. മരണപ്പെട്ട ആളുകളെ ഒരിക്കലും അന്തരീക്ഷത്തിലേക്ക് പറഞ്ഞയക്കരുത് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയുടെ വിശേഷണം പറയുക വഴി അനൗൺസ് ചെയ്യുന്നത്. മരിച്ചവരെ അന്തരീക്ഷത്തിലേക്ക് പറഞ്ഞു വിടലും വിടാതിരിക്കലും അത് വിധിയുടെ ഭാഗമാണ്. നമ്മളിപ്പോൾ നബിതങ്ങളുടെ ഭൂതസംസാരമാണ് പരിശോധിക്കുന്നത്. പ്രോട്ടോകോൾ
സംബന്ധിയായ സംസാരം നമ്മൾ തുടങ്ങിയിട്ടില്ല. എന്നാൽ ഈ ഭൂതവർത്തമാനം പറയുമ്പോൾ, അതായത് നാം വരുന്നതിന് മുമ്പേ ഈ ഭൂമിയുടെ ഭൂതം, നമ്മൾ വരുന്നതിന് മുമ്പേ ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പവർ, ആ പവർ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനിടയിലൂടെ അറിഞ്ഞും അറിയാതെയും എന്ന മട്ടിൽ എന്തൊരു പ്രസ്താവന വരുന്നുണ്ട്. മരിച്ചവരെ അന്തരീക്ഷത്തിന് വിട്ടുകൊടുക്കരുത്, മരിച്ചവരെ വെള്ളത്തിന് വിട്ടുകൊടുക്കരുത്, മരിച്ചവരെ മണ്ണിന് വിട്ടുകൊടുക്കണം. ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞത് അലം നജ്അലിൽ അർള കിഫാത്ത അഹ്യാഅം വ അംവാത്ത. മരിച്ചവർക്ക് കൂടിയുള്ള കണ്ടെയ്നറാകുന്നു ഭൂമി. മരിച്ചവരുടെ കണ്ടെയ്നർ ആരല്ല? വായുവല്ല. അതല്ല പ്രകൃതിയുടെ കിടപ്പ്. അംവാത്തിനെ അർളിലേക്ക് വിടലാകുന്നു മറ്റൊരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു. മിൻഹാ ഖലഖനാക്കും വഫീഹാ നുഈദുക്കും. മണ്ണിൽ നിന്നാണ് നിങ്ങളുടെ ആഗമനം, നിങ്ങളുടെ തിരിച്ചുപോക്കും മണ്ണിലേക്ക് തന്നെയാണ്. ഫീഹാ നുഈദുക്കും. നിങ്ങളെ വെള്ളത്തിനല്ല, അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്, കരയിലെത്താൻ കപ്പൽ വൈകുമ്പോൾ മാത്രമാണ് കടലിലേക്ക് മയ്യത്തിനെ ഇറക്കി വെക്കൽ. അതും തന്നെ വെള്ളത്തെ അല്ല ഏൽപ്പിക്കുന്നത്, മയ്യത്തിന്മേൽ 2-3 കല്ലുകൾ കൂടി വെച്ച് കെട്ടിയിട്ട് അങ്ങനെ വേണം കടലിലേക്ക് സമർപ്പിക്കാൻ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? കടലിൻ്റെ അടിത്തട്ടിലെ മണ്ണിനെ ഏൽപ്പിക്കുന്നു, വെള്ളത്തിലേക്കല്ല ഈ പാർസൽ, മറിച്ച് സാക്ഷാൽ മണ്ണിലേക്ക് തന്നെയാണ്. അവിടെ ചെന്നെത്തി ആ മണ്ണിൻ്റെ നിലം ചളി മറ്റ് ചെളികളിൽ വന്ന് പുതഞ്ഞ് ഈ മൃതശരീരത്തെ മണ്ണിലെത്തിക്കുക എന്നത് ആ കല്ല് വെച്ച് കെട്ടുന്നതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വഫീഹ നുഈദുക്കും. മയ്യത്തുകളെല്ലാം മണ്ണിലേക്ക് പോകണം, അത് അന്തരീക്ഷത്തിലേക്കല്ല പോകും. വൈദ്യുതി സംസ്കരണവും വിറക് വഴിയുള്ള സംസ്കരണവും അത് പ്രകൃതിയോട് കാണിക്കുന്ന ഒരു തെറ്റായ ശീലമാണ്. അത് ഹുക്കുമാണ്, പറയാൻ സമയമായിട്ടില്ല. ആ ഭൂതം പറയുന്നതിനിടയിൽ കടന്നു വന്നിട്ടുള്ളതാണ്. കഫത്ത യക്ഫിതു എന്നതിൽ നിന്ന് വരുന്നതാണല്ലോ കിഫാത്ത്. എന്താണ് കഫത്ത യക്ഫിതു? കഫ്തൻ കിഫാത്തൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ചേർത്തു പിടിച്ചു എന്ന്. അലം നജ്അലിൽ അർള കിഫാത്ത, ഭൂമിയെ ഞാൻ കണ്ടെയ്നറാക്കിയില്ലേ എന്ന് വെച്ചാൽ ഭൂമിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഭൂമി ആ ഏൽപ്പിക്കപ്പെട്ടതിനെ തന്നോട് ചേർത്ത് പിടിക്കുന്നതായി സ്വഭാവക്കാരിയാണ് കിഫാത്ത്. ചേർത്തു പിടിക്കുന്ന സ്വഭാവക്കാരിയാണ്. എന്ത് സ്വഭാവക്കാരിയല്ല? ദാഫിയത്ത് എന്ന സ്വഭാവ, തിരസ്കരണം എന്ന സ്വഭാവക്കാരിയല്ല കിഫാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരത്തിൽ കഫത്ത യക്ഫിതു എന്ന് പറയുന്ന ആ വെർബ് ഉപയോഗിക്കാൻ ഇടവന്നിട്ടുള്ള ഒരു ഹദീസ് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഉമിർതു അൻ അസ്ജുദ, എന്നോട് കൽപ്പിക്കപ്പെട്ടു ഞാൻ സുജൂദ് ചെയ്യാൻ. എത്ര അവയവത്തിന്മേലായിട്ട്? സബഅത്ത് ഉളുവുകൾ, 7 അവയവത്തിന്മേലായിട്ട് സുജൂദ് ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു. പിന്നെ മൂക്ക് കൂടി അതിലേക്ക് വെക്കുക, അത് സുന്നത്തായിട്ട് ഉണ്ട്.
നിർബന്ധമായും 7 അവയവങ്ങൾ. ആ അവയവങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു തീർത്തതിൻ്റെ ശേഷം പിന്നീട് തങ്ങൾ പറഞ്ഞ വാക്കാണ് വലാ നക്ഫിത സിയാബ വശഅറ. ഈ മുസല്ലിയായിട്ടുള്ള മനുഷ്യൻ അവൻ്റെ വസ്ത്രത്തെ ചുരുട്ടിക്കൂട്ടി വെക്കരുത്, അവൻ്റെ മുടിയെയും ചുരുട്ടിക്കൂട്ടി വെക്കരുത്. അവൻ നിസ്കരിക്കുന്ന അവസരത്തിൽ കുപ്പായത്തിൻ്റെ കൈ ചുരുട്ടി വെച്ചതാണെങ്കിൽ അതൊക്കെ അഴിച്ചിടണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ നാം മുസല്ലികളെ. പെണ്ണുങ്ങളുടെ തലയിലുള്ള മുടിക്കെട്ട് കെട്ടായിട്ടാണ് ഉള്ളതെങ്കിൽ നിസ്കരിക്കാൻ നേരത്ത് കെട്ടഴിച്ചിട്ട് അവരുടെ മുഖമക്കനയുടെ അങ്ങ് ഉള്ളിലേക്ക് നീണ്ടു കടന്നോട്ടെ, പക്ഷേ കെട്ടിവെച്ചുകൊണ്ട് നിസ്കരിക്കരുത്. ഇവിടെ ഉപയോഗിച്ച വാക്കേതാണ് വലാ നക്ഫിത. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞ കിഫാത്തൻ, അലം നജ്അലിൽ അർള കിഫാത്തൻ. കണ്ടെയ്നർ എന്നല്ലയോ അർത്ഥം വെച്ചത്. എല്ലാ വസ്തുവകകളെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒട്ടിപ്പിടിച്ച അവസ്ഥയിൽ, അതാണ് ഭൂമിയുടെ അവസ്ഥ. വലാ നക്ഫിത സിയാബ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായി? നിങ്ങളുടെ വസ്ത്രത്തെ ചുരുട്ടിക്കൂട്ടി വെക്കരുത്. ഒരു ജുസ് മറ്റേ ജുസിനോട് ലമ്മ് ചെയ്തുകൊണ്ട് ആവരുത്, അഴിച്ചിട്ടേക്കണം. കുപ്പായക്കൈ അഴിച്ചിട്ടേക്കണം, ചുരുട്ടി വെക്കരുത്. അപ്പോൾ ഒരു കൂട്ടി വെക്കുന്ന, ചുരുട്ടി വെക്കുന്ന, എല്ലാറ്റിനെയും സ്വീകരിച്ച് നിർത്തുന്ന കിഫാത്ത്, കണ്ടെയ്നർ. എന്തുകൊണ്ടാണ് ഭൂമിക്ക് അത് സാധിക്കുന്നത്, കണ്ടെയ്നർ ആവാൻ സാധിച്ചത്? അതിന് ആകർഷണ ബലം എന്ന് പറയുന്ന ഒരു ഖുവ്വത്ത് അല്ലാഹു തആല നൽകിയത് കൊണ്ടാണ്. ഇനി നമുക്ക് ചോദിക്കാം, ഉണ്ടോ ഈ 3 പേരിട്ട് വിളിച്ചതിൽ എവിടെയെങ്കിലും ഒരു ബുദ്ധിമോശം വന്നു പോയിട്ടുണ്ടോ? ഭൂമിയെ ഖറാറ് എന്ന നിബിധങ്ങൾ അഭിസംബോധന ചെയ്തത് അത് സ്വൽപ്പം പെശകായിപ്പോയി, ബുദ്ധിമോശമായിപ്പോയി പറയാൻ കഴിയുമോ? ഇല്ല. മാബി സ്വാഹിബിക്കും മിൻ ജിന്ന. ഭൂമിയെ മീസാൻ എന്ന് വിളിച്ചതിൽ എന്തെങ്കിലും ഭാഗപ്പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. മാബി സ്വാഹിബിക്കും മിൻ ജിന്ന. ഭൂമിയെ കിഫാത്ത് എന്ന് വിളിച്ചതിൽ എന്തെങ്കിലും ഒരു ചേർച്ചക്കുറവ് പറയാനുണ്ടോ? ഇല്ല. മാബി സ്വാഹിബിക്കും മിൻ ജിന്ന. അൽഹംദുലില്ലാഹ്. ഇത് കേൾക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അൽഹംദുലില്ലാഹ് പറഞ്ഞു.